ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മീ മനീഷ ഹെല്ലാൽ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൻ്റെ തൊട്ട ബാക്കിൽ നിങ്ങൾ കുറേ പറഞ്ഞിട്ട് അറിയുണ്ടാവും അജി ചേച്ചീൻ്റെ മോളെ പെണ്ണ് കാണലും ഒക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് വ്ളോഗാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇന്ന് അവിടുന്ന് വീട് കാഴ്ചയ്ക്ക് പോവുകയാണ്. അപ്പോൾ എന്നെയും ഹരിയേട്ടനും വിളിച്ചിരുന്നു. അപ്പോൾ ഹരിയേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഹരിയേട്ടനില്ല. അപ്പോൾ ഞാനും ഹരിയേട്ടൻ്റെ അമ്മ പിന്നെ അങ്ങോട്ട് വരുന്നില്ല, ഇവിടെ വീട്ടിൽ നിൽക്കും. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്, കൂടെ ഞാനും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ ആണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ കാണാൻ റെഡിയല്ലേ? സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ അതിട്ടിട്ടാണ് പോകുന്നത്. ഞാനും അമ്മയും അങ്ങനെ അജിതേച്ചിൻ്റെ വീട്ടിലെത്തി. അപ്പം കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ തകർത്തിയിൽ പണി നടക്കുകയാണ്. ഞങ്ങൾ കുറച്ച് പേര് പോകുന്നുണ്ടെങ്കിലും ഇവിടെ കുറച്ചധികം പേര് തന്നെ ഉണ്ട്. ഓർക്കുള്ള ചിക്കൻ കറി, ചോറ്, പച്ചക്കറി, ഉപ്പേരി, അങ്ങനെ ലിസ്റ്റ് ഏറെയാണ്. ഞങ്ങൾ കോഴിക്കോടുകാർ വീട്ടിലെന്തെങ്കിലും ഒരു പരിപാടി നടന്നാൽ പിന്നെ കുടുംബക്കാരൊക്കെ കൂടി ഒന്നിച്ച് ചേർന്ന് പിന്നെ എല്ലാം ചടപടയെന്നാണ്. ഇതാണ് പെണ്ണിൻ്റെ ഏട്ടൻ, ഇന്നത്തെ ഫംഗ്ഷൻ്റെ മെയിൻ താരം. ഏച്ചീൻ്റെ കുടുംബവുമായിട്ടുള്ള വർത്തമാനം, ചിരിയും കളിയും ഒക്കെ ആയപ്പോൾ നമുക്കവിടെ സൂചി കുത്താൻ പോലും സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ കുട്ടി ഗ്യാങ്ങിൻ്റെ അടുത്ത് എത്തി. ഈ സൈഡിലിരിക്കുന്ന വ്യത്യസ്ത കളറുള്ള ചുരിദാറിട്ട കുട്ടിയാണ് പൊന്നു, ഞങ്ങളെ കല്യാണ പെണ്ണ്. ബാക്കിയുള്ളവരൊക്കെ കസിൻസാണ്. ഇതാണ് അജിതേച്ചിൻ്റെ ഹസ്ബൻഡ് ഗണേശേട്ടൻ. കൂടെ ഉള്ളത് ഗണേശേട്ടൻ്റെ അനിയനാണ്. ഇനി വരാൻ പോകുന്ന കല്യാണത്തിൻ്റെ ഏറ്റവും എൻജോയ് ചെയ്യാൻ പോകുന്ന ടീമാണ് ഇവർ. ഇനിയും കുറച്ച് പേരും കൂടെ ഉണ്ട് കേട്ടോ, കസിൻസ്. അപ്പോൾ ഹരിയേട്ടൻ്റെ അമ്മേനെ കണ്ടല്ലോ. ഈ ഒരു സെക്ഷനാണ് കാരണവന്മാരെ സെക്ഷൻ. ഇനിയും കുറച്ച് പേരും കൂടെ ഉണ്ട്, എല്ലാവരും കൂടി കവർ ചെയ്യാൻ പറ്റിയില്ല. അജിതേച്ചിൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അത്. ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് യാത്ര പറയുന്ന സീനാണ് ഈ കാണുന്നത്. ഗണേശേട്ടൻ യാത്ര പറയാൻ മറന്നു തോന്നുന്നു, വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. സ്ത്രീകളിൽ മുതിർന്നവരാരും വന്നില്ല, ഞങ്ങൾ 3 പേര് മാത്രമേ പോയിട്ടുള്ളൂ. ആ 3 പേരാണ് ഈ 3 പേര്. ഞങ്ങളുടെ കൂട്ടത്തിലെ ദിജീൻ്റെ അച്ഛനാണിത്. എൻ്റെ കൂടെയുള്ള വർഷം ദിജിയാണ്. എൻ്റെ വിഷു വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത് ശ്രീതേട്ടൻ. ഞങ്ങൾ ഈ 3 വീടാണ് അടുത്തടുത്തായിട്ടുള്ളത്. അങ്ങനെ വെൽക്കം ഡ്രിങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തു. പൈനാപ്പിൾ ഫ്രഷ് ജ്യൂസ് ആയിരുന്നു. പിന്നെ കൂടെ എന്തൊക്കെയാ കണ്ടില്ലേ. പിന്നെ കാരണവന്മാർക്ക് വേദി ഒഴിഞ്ഞു കൊടുത്ത ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് കയറി. പിന്നെ ഓരോരുത്തരെ പരിചയപ്പെടുന്ന സമയത്താണ് ഈ ക്യൂട്ട് മോളെ കണ്ടത്. വിഷ്ണുട്ടൻ്റെ ആരാ? അല്ല, അങ്ങനെയല്ല. വിഷ്ണുട്ടൻ്റെ അമ്മേന്റെ ചേച്ചി എൻ്റെ അച്ഛൻ. സോ ക്യൂട്ട്. പുറത്ത് കാരണവന്മാരെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് കേട്ടോ. എന്ന് വേണം കല്യാണം, എന്ന് വേറെ നിശ്ചയം, എത്ര പേര് വരുന്നു, അങ്ങനെ. ഇത് ചെക്കൻ്റെ അച്ഛനാണ്. പിന്നെ കൂടെ വന്ന ബാക്കിയുള്ളവരൊക്കെ വീടൊക്കെ കാണാൻ കയറി, ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടു. ഇതൊക്കെ പൊന്നൂൻ്റെ കസിൻസാണ്. ഈ കാണുന്നത് ചെക്കൻ്റെ അമ്മയാണ്. ചെക്കൻ്റെ അമ്മേനെ പരിചയപ്പെടുകയാണ്. ഇങ്ങനത്തെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുമെങ്കിലും കറക്റ്റ് അങ്ങോട്ട് പരിചയപ്പെടണമെങ്കിൽ കല്യാണം കഴിയുന്നെ വേണം. മെയിൻ പാർട്ട് ഓഫ് ദ പരിപാടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഭക്ഷണത്തിൻ്റെ മുന്നിലെത്തി. നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ ഈ കാണുന്ന കുട്ടി ഞങ്ങളെ കൂടെ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കൂടെ കൂട്ടി കൊണ്ടുവരാമെന്ന് വരെ വിചാരിച്ചൊരു സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിക്കും ചെയ്ത് പോരുന്നോ ഞങ്ങളെ കൂടെയെന്ന്. എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. പിന്നെ പൊന്നൂനുള്ള ഭക്ഷണവും അവർ പാക്ക് ചെയ്ത് തന്നു. ഞങ്ങളത് വാങ്ങി മെല്ലെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് മെല്ലെ ഇറങ്ങാൻ നിൽക്കുകയാണ്. യാത്ര പറഞ്ഞിട്ട് ആർക്കും അങ്ങോട്ട് മതിയാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പെണ്ണിൻ്റെ ഏട്ടൻ വെയിറ്റ് ചെയ്യാണ് ചെക്കനോട് യാത്ര പറയാൻ. അപ്പോൾ ഉള്ള ആൾക്കാരൊന്നും മാറിക്കൊടുക്കണമില്ല. ഞങ്ങളാണ് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് വരുന്നത്, അത് കിട്ടിയിട്ടുമില്ല. ഈ യാത്ര പറഞ്ഞേക്കും. അങ്ങനെ ദിജിയും അച്ഛൻ്റെയും വീണ്ടും ഒരു വീഡിയോ. ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയ കുട്ടി ഫ്രണ്ട്സാട്ടോ. അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.